For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മെഡിക്കൽ കോഴ അന്വേഷണത്തിൽ പുറത്തായത് ബിജെപിയുടെ ഔദ്യോഗിക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടെന്ന് കേന്ദ്ര നേതൃത്വം സ്ഥിരീകരിച്ചു. പാർട്ടിക്ക് ദേശീയ തലത്തിൽ അവമതിപ്പുണ്ടാക്കിയ രേഖാചോർച്ചയിൽ കേന്ദ്ര നേതൃത്വം അന്വേഷണം നടത്തും. ബിജെപിയുടെ രാജ്യസഭാ അംഗവും ഏഷ്യാനെറ്റ് ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് വിശദീകരണം തേടാനും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തീരുമാനിച്ചു. ഒരു കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ബിജെപിയെ കടന്നാക്രമിച്ചു. അന്ന് ഇത്തരം ഇടപെടലുകളിൽ നിന്ന് പിന്മാറണമെന്ന് രാജീവിനോട് അമിത് ഷാ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് NDAയുടെ വൈസ് ചെയർമാനായി രാജീവ് ചന്ദ്രശേഖറിനെ ഉയർത്തിയത്. ഈ ബന്ധത്തിനാണ് ഇതോടെ വിള്ളൽ വരുന്നത്. രാജീവിനെ കേന്ദ്രമന്ത്രിയാക്കാനും നീക്കമുണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനും പരിഗണിച്ചിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ കളിയാക്കുന്ന തരത്തിൽ ഏഷ്യാനെറ്റ് വാർത്ത നൽകിയത് അമിത് ഷായെ പ്രകോപിപ്പിച്ചു. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത കുമ്മനത്തെ മോശക്കാരനാക്കിയതിന്റെ രാഷ്ട്രീയം രാജീവിനെ തിരിഞ്ഞുകുത്തും. ഇതോടെ BJP ദേശീയ നേതൃത്വവുമായി രാജീവിന് അകലം കൂടും. അതിനിടെ ഏഷ്യാനെറ്റിന് റിപ്പോർട്ട് എങ്ങനെ കിട്ടിയെന്ന് രാജീവ് ചന്ദ്രശേഖരനോട് അമിത് ഷാ നേരിട്ട് വിശദീകരണം തേടും. ഇതും രാജീവിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയാകും. റിപ്പോർട്ട് ചോർച്ചയെ അതീവ ഗൌരവത്തോടെയാണ് അമിത് ഷാ കാണുന്നത്. വാർത്തയിൽ ഏഷ്യാനെറ്റ് ഇടപെട്ടതിൽ കുമ്മനം പൂർണ്ണ അതൃപ്തനാണ്. ദേശീയ നേതൃത്വത്തെ ഇത് അറിയിച്ചിട്ടുമുണ്ട്. രാജിവെക്കാൻ പോലും കുമ്മനം തയ്യാറായി എന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് രാജീവിനെ ശാസിക്കാൻ അമിത് ഷാ തയ്യാറെടുക്കുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത നൽകിയതിനെതിരെയല്ല പ്രതിഷേധം, മറിച്ച് അത് കുമ്മനത്തിനെതിരാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി. സംസ്ഥാന അധ്യക്ഷൻ അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടത്തിനെ മുനയൊടിക്കുന്ന വാദമാണ് ഏഷ്യാനെറ്റ് ചർച്ചയിൽ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നത് ബോധപൂർവമാണെന്ന് RSSും വിലയിരുത്തുന്നു. കുമ്മനത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്ന് തന്നെയാണ് വാദങ്ങൾ. ദേശീയ തലത്തിൽ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ സർക്കാരിന് തിരിച്ചടി നൽകുന്ന വാർത്തയായി ഇത് മാറി എന്നാണ് കണക്കുകൂട്ടൽ. ഇതും BJPയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.